ഒരു തവണ ചെയ്തു, 3 തവണ ചെയ്തു. ഇതങ്ങോട്ട് ശരിയാവുന്നില്ല. പൊന്മാൻ. ഉം. പൊന്മാനിലെ സജിൻ ഗോപുവിൻ്റെ കഥാപാത്രം. പൊന്മാനിൽ എന്നെ വിളിച്ചതാണ്. ഓ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലോസായിട്ട് ഞാൻ കാണുന്നത് Okay. അതാണ്. പക്ഷെ ആവാസവ്യൂഹത്തിൻ്റെ എൻ ടൈറ്റിൽസ് റൺ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഗൂസ് ബംസ് ഉണ്ടായിരുന്നു. ഹായ്, ദിസ് ഡി ടി എച്ച് ഓൺ ദ സ്പോട്ട് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുമ്പിലുള്ള അതിഥി ഷോർട്ട് ഫിലിംസിലൂടെ കടന്നു വന്ന ഒരു അഭിനേതാവാണ്. അദ്ദേഹം കരുക്ക് എന്ന വെബ് പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധയാകർഷിച്ചു. അതിനുശേഷം കൃഷാന്തിൻ്റെ ഫിലിംസിലൂടെ അദ്ദേഹത്തിൻ്റെ റേഞ്ച് തെളിയിച്ചു. രാഹുൽ രാജഗോപാൽ, സ്വാഗതം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് സിനിമയിലോട്ടുള്ളൊരു യാത്രയുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് വന്നത്? എവിടെ വെച്ചാണ് സിനിമ ആണ് താങ്കളുടെ ജീവിത ലക്ഷ്യമെന്ന് തോന്നി തുടങ്ങിയത്? അല്ല, ഫസ്റ്റ് ഒരു ചെറിയ കറക്ഷൻ. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് സിനിമ എന്നുള്ളൊരു യാത്രയല്ല. ഞാൻ ആ റൂട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ സിവിൽ റിലേറ്റഡ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് അഭിനയവും. അത് സ്കൂൾ തൊട്ടേ ഉള്ള ആഗ്രഹം. ഇപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. ഇപ്പം ഞാനിത് ആഗ്രഹമൊക്കെ വീട്ടിൽ പറയുമ്പോൾ വിചാരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ അവനങ്ങ് വിട്ടോളും എന്നുള്ളത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷേ ഇത് മണ്ടേന്ന് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്തേക്ക് എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് എല്ലാവരും മറ്റേ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോളേജിൽ ഈ പറഞ്ഞ കണക്ക് താല്പര്യങ്ങളുണ്ട്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പം ഇതുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് എൻ്റെ ബാക്കി കരിയർ പ്ലാൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ MBA ചെയ്യാൻ കൊച്ചി പോയതും സിനിമ എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. അവിടെ തന്നെ കൊച്ചിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 4 വർഷത്തോളം. ഇപ്പം ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ 12 ദിവസം വാരണാസിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഞാനന്ന് റിസൈൻ ചെയ്തതാണ്. അതിനുശേഷം കോവിഡ് വന്നു. അപ്പം കോവിഡ് കാരണം കുറച്ച് നാൾ ജോലിയും ഇല്ല, മറ്റേ വർക്കും വേറെ ആക്ടിങ് അസൈൻമെൻറ്റ്സും ഇല്ല. അപ്പം അങ്ങനെ അതൊക്കെ ഒരു വല്ലാത്ത പീരീഡ് ആയിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. പക്ഷെ അന്നത് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക എന്നുള്ളൊരു തോന്നൽ മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ അഗൈൻ ആവാസവ്യൂഹം എന്നുള്ളൊരു സിനിമ കുറച്ച് വിസിബിലിറ്റി തന്നു. പിന്നെ കരിക്ക് ഒരു വലിയ ഫാക്ടറാണ്. അപ്പം അതിനുശേഷം കുറച്ച് സിനിമകളൊക്കെ വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 1-2 വർഷമായിട്ട് അത്യാവശ്യം പടങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജേണി ആയിട്ടല്ല, ഇത് ടു ആൻഡ് ഫ്രോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഇപ്പോഴും ഞാൻ വിട്ടിട്ടില്ല. സിവിൽ എഞ്ചിനീയറിംഗ് വിട്ടിട്ടില്ല, അഭിനയവും വിട്ടിട്ടില്ല. അത് രണ്ടും വിടാനും പോകുന്നില്ല. എന്നാലും ഏതൊരു സന്ദർഭത്തിൽ വെച്ചാണ് താങ്കൾക്ക് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അഭിനയം തുടങ്ങണമെന്ന് തോന്നി തുടങ്ങിയത്? സ്കൂളിൽ വെച്ചാണോ? അറിയില്ല, അത് ഏതോ പ്രായത്തിൽ. അത് ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ ഒക്കെ ഒരു ആഗ്രഹം കാണില്ലേ, അതേപോലെ തന്നെ തുടങ്ങിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ മിമിക്രി എന്ന സിനിമയിലേക്ക് വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആഗ്രഹം വന്നത്. പിന്നെ സിനിമ കാണും, എല്ലാ സിനിമയും ആ ഒരു പ്രാന്ത് ഉണ്ടാവുമല്ലോ. അത് ഒരുപാട് പേർക്ക് ഉണ്ടാവും, ഇല്ലയെന്നല്ല. പക്ഷെ എനിക്കെന്തോ അത് കുറച്ച് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ മിമിക്രി എന്ന സിനിമയിൽ വരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയം ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം എടുത്ത് സിനിമയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് ചെയ്യുമായിരുന്നു ഇടയ്ക്ക് ഒരു സമയത്തൊക്കെ. എനിക്ക് ആ സമയത്തൊക്കെ ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടിയത്. ഇപ്പം ഇത് എപ്പോഴാണ് വന്നത് അതൊന്നും ഓർമ്മയില്ല. എപ്പോഴോ വന്നു, ഇപ്പോഴും അതുമായിട്ട് പോണു. രാഹുൽ ഫാമിലി ഗ്യാതറിങ്സിലൊക്കെ ഇങ്ങനെ മിമിക്രി അവതരിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിന്നായിരുന്നു പക്ഷേ തുടക്കം? തൊലിക്കട്ടി അവിടെ നിന്നായിരിക്കും കിട്ടിയത്. സ്പോട്ട് ലൈറ്റിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം മുതലാണ് തുടങ്ങിയത്? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, മിമിക്രി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരിക്കും, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് ഫെയിലാവാൻ വളരെയധികം സ്പേസ് തരുന്നതാണ് ഫാമിലി ഗ്യാതറിങ്സ്. അപ്പം അവിടെ ചെയ്ത് എടാ കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും. അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് വരെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ബാലജന സഖ്യത്തിൻ്റെ എന്തോ പ്രോഗ്രാമിന് സ്റ്റേറ്റ് ലെവൽ തേർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മിമിക്രി പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് മുമ്പോട്ട് പോയില്ല. കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി മിമിക്രി കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഫാമിലി ഗ്യാതറിങ്സിലൊക്കെ തന്നെയുള്ള പരിപാടികളേ ഉള്ളൂ. അതായിരിക്കാം. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കുറേ പേരെ ഫേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം എത്ര പേരാണെങ്കിലും ഒരു വേദിയിൽ കയറി നിന്ന് സംസാരിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദെർ വാസ് എ ടൈം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമായിട്ട് അത് കയറുമ്പോഴത്തേക്കും. അപ്പോൾ ഇപ്പോഴും ആളുകൾ മറ്റേ ഒരു 10 പേര് കൂടുമ്പോൾ സംസാരിക്കാൻ പറയുമ്പം പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്കിപ്പം സീസൺ ഉണ്ടാവുന്നതായിരിക്കാം, ആ ഒരു പേടി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോഴും ഈ തൊട്ട് ഓപ്പോസിറ്റ് മെഡിസിറ്റിൽ വെച്ചിട്ടായിരുന്നു ഒരു വലിയ സീക്വൻസ് എടുത്തത്, ഇര എന്ന് പറയുന്ന ഫിലിമിൽ. അപ്പോൾ ഞാനിങ്ങനെ ദൂരേന്ന് നടന്നു വന്നിട്ട് ആളുകളോട് ചൂടാവുന്നതാണ്.
അപ്പോൾ ഇതാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിന്ന് അഭിനയിക്കുന്നത്. 2 തവണ ചെയ്തു, 3 തവണ ചെയ്തു, ഇതങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം പിന്നെ ഒരു ചെറിയൊരു ബ്രേക്കൊക്കെ തന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പം സംവിധായകൻ അന്ന് തന്നെ ആക്ച്വലി ഒരുപാട് സപ്പോർട്ട് ചെയ്തു പുള്ളി. എടാ കുഴപ്പമില്ല, പേടിക്കണ്ട, എനിക്ക് പുള്ളിക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, അപ്പം അത്രയും കാലം സ്റ്റേജുകളിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഒരു സിനിമ ചെയ്യാൻ ചെന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അപ്പം പക്ഷെ ഇപ്പം ആ പ്രശ്നമില്ല. ക്രൗഡിൻ്റെ ഇടയ്ക്ക് എനിക്ക് മസ്തിഷ്ക മരണത്തിലൊക്കെ മേജർ പരിപാടികളും ആ ഒരു വലിയ ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിന്ന് തന്നെയാണ് ചെയ്തത്. ആ ഇൻഹിബിഷൻസ് ഒക്കെ അങ്ങ് മാറി. അപ്പം അതുകൊണ്ട് തുടക്കം ഷോർട്ട് ഫിലിംസ് ആണല്ലോ. ഇപ്പം രാഹുൽ പറഞ്ഞ കണക്ക് ഭഗവതിക്കാവിലെ പാപികൾ അല്ലെങ്കിൽ കരുക്ക് എന്ന പ്ലാറ്റ്ഫോം. അപ്പം അവിടെയൊക്കെ ഒരു തമാശ എന്നുള്ള റോൾസ് ഇതുവരെ ഒരു മിമിക്രി ഞാൻ തുടങ്ങുന്നു പറയുന്നെങ്കിലും തമാശ റോൾസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അത് ചെയ്യാൻ ഓൺ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുമെന്ന് ആത്മവിശ്വാസമുണ്ടോ? ഡെഫിനറ്റ്ലി എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനും താല്പര്യമുണ്ട്. ഇപ്പം എൻ്റെ ഈ ഒരു രൂപം വെച്ചിട്ട് എനിക്ക് വളരെ എളുപ്പത്തിൽ വഴങ്ങുന്ന ആളുകൾക്ക് തോന്നുന്നത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പോലീസ് കഥാപാത്രങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് ഹ്യൂമർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഒബ്വിയസ്ലി ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം അത് ചെയ്യാൻ പറ്റുമെന്നുള്ള പേടി എനിക്കുണ്ട്. അവിടെ ഐ ഷുഡ് താങ്ക് മൈ ഫ്രണ്ട്സ് ഇൻ കരിക്ക്. കാരണം അവരാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഹ്യൂമർ ചെയ്യിക്കുന്നത്. ഇപ്പം കരിക്കില ഉൾക്ക എന്ന് പറയുന്ന സീരീസിൽ ലാസ്റ്റ് വരുന്ന ഒരു പോലീസുകാരൻ, അത് കരിക്കില തന്നെ ഒരാൾ ചെയ്യേണ്ടതായിരുന്നു. പുള്ളിക്ക് എന്തോ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പോയി ചെയ്തതാണ്. അതും ആ കോവിഡ് കഴിഞ്ഞ് എനിക്കൊന്നും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫോട്ടോ ചെയ്യുന്നതും ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ പറഞ്ഞില്ല, ഇവർ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ബഞ്ച് ഓഫ് പീപ്പിളുടെ കൂടെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഹാവ് ടു ഫോളോ വാട്ട് ദേ ആർ സേയിങ്. അപ്പം അതിൽ ഈ രൂപത്തിൽ വന്നിട്ട് അയാളത് ചെയ്യുമ്പോഴാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളില്ല. ആദ്യം ഭയങ്കരമായ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പിന്നെ ഹ്യൂമറിൽ അത് രസമുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ ഇപ്പം മസ്തിഷ്ക മരണത്തിലാണ് ആദ്യമായിട്ട് സിനിമയിലൊരു ഹ്യൂമർ ക്യാരക്ടർ. എന്നാൽ അതിൻ്റെ ട്രെയിലറോ ടീസറോ ഒന്നും കണ്ടു കഴിഞ്ഞാലൊന്നും ഇയാൾ ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് വിചാരിക്കുകയില്ല. അതൊക്കെ കൃഷാന്തേട്ടൻ തന്നൊരു വിശ്വാസവും ഒരു ഫ്രീഡവും ഒക്കെയാണ്. അപ്പം ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ് എന്നെനിക്ക് തോന്നുന്നു. എന്നിട്ട് രാഹുലുമായിട്ടുള്ള ഏത് സംഭാഷണം എടുത്താലും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് കൃഷാന്ത്. അപ്പോൾ കൃഷാന്തുള്ള അസോസിയേഷൻ തുടങ്ങുന്നത് വളരെ പണ്ടാണല്ലേ, വളരെ 2014 സമയങ്ങളിലാണ് തോന്നുന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു? അതായത് കൃഷാന്ത് കാസ്റ്റ് ചെയ്യുന്ന പോലെ രാഹുലിന് വേറെ ആരും കാസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സ്പെഷ്യൽ കണക്ഷൻ? അതായത് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ മണിരത്നം എ ആർ റഹ്മാൻ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ, കിലിയൻ മർഫി, അതേ കണക്കാണ് ഒരു കൃഷാന്ത് രാഹുൽ എന്നൊരു കോംബോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് കാരണം ഇറ്റ് വർക്ക്സ് അല്ലേ, ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക് ഓൺ സ്ക്രീൻ. അപ്പോൾ അത് ആ ഒരു കണക്ഷൻ സ്പെഷ്യലാണെന്ന് തോന്നും, മേ ബി ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ. അപ്പം ആ ഒരു ബന്ധത്തിനെക്കുറിച്ച് അല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐ കൺസിഡർ മൈസെൽഫ് ബ്ലെസ്ഡ് വെൻ ഐ ലുക്ക് ബാക്ക്. കാരണം സിനിമ ആഗ്രഹിക്കുന്ന സമയത്ത് അന്ന് കൃഷ്ണാന്തനെയും പരിചയമില്ല, കരിക്കും വന്നിട്ടില്ല. ഇതെങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഈ പറഞ്ഞ ഒരു ബ്ലെസ്സിങ് പോലെ കൃഷ്ണാന്തേട്ടൻ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ കൂടെ കൂടിയത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ആഗ്രഹം ഇതാണെന്നുള്ളത് ഞാൻ ഇതേവരെ പുള്ളിയുടെ അവസരം ചോദിച്ചിട്ടില്ല. അതാണ് ഇതിലെ ഫണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവരും അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഘോഡ. പുള്ളി ആ സമയത്ത് ചെയ്യാനിരുന്നൊരു സ്ക്രീൻ പ്ലേയുടെ ഒരു മിനിയേച്ചർ, ഒരു 30 minutes ഷോർട്ട് ഫിലിം, ഫുൾ സ്ക്രീൻ പ്ലേയുടെ ഒരു 30 minutes ഷോർട്ട് ഫിലിമായിട്ട് പുള്ളി ചെയ്യാനിരുന്നതാണ്. അപ്പോൾ അതിൽ ആ ഫീച്ചർ ഫിലിം ഇപ്പോഴും ചെയ്തിട്ടില്ല. അതായിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടിരുന്ന സിനിമ, അത് ഇപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഷോർട്ട് ഫിലിം അതിപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഘോഡ 22 എന്നാണ്. അതൊരു തോക്കിൻ്റെ ജേണിയാണ്. അപ്പം അത് രസമുള്ള സാധനം. ഒരു തോക്കിൻ്റെ ജേണിയാണ്. എന്ന് വെച്ചാൽ തോക്കാണ് അതിൻ്റെ ഒരു പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഈ തോക്കിൻ്റെ ഒരു ജേണി ഉണ്ടാവുമല്ലോ പല ആളുകളിലൂടെയും പല സാഹചര്യങ്ങളിലും, അതാണ് അതിൻ്റെ ഒരു കോറെന്ന് പറയുന്നത്. അപ്പം അതൊരു ഗാങ്സ്റ്റർ കോമഡി രീതിയിൽ വരുന്നൊരു സിനിമ. ഗാങ്സ്റ്റർ കോമഡിയാണ്, പക്ഷേ ഷോർട്ട് ഫിലിം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അതാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓരോ പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ചെയ്തു. അപ്പോൾ ഇത് കൃഷാന്തേട്ടൻ എന്നെ വിളിക്കുന്ന കൊളാബറേറ്റീവ് വർക്ക് എന്നാണ്. അപ്പം കാരണം അന്ന് ഇപ്പം പുള്ളിയുടെയിലും പൈസ ഇല്ല, എൻ്റെയിലും പൈസ ഇല്ല, നമുക്ക് എന്താ പിന്നെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങിയതാണ് ഉത്സാഹ ഇതിഹാസം. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യാതെ ഒരു സീരീസായി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ ഒരു വെബ് സീരീസ് എന്ന് പറയുക, ഒരു OTTക്ക് സെല്ല് ചെയ്ത ആദ്യത്തെ വെബ് സീരീസ് ഉത്സാഹ ഇതിഹാസമാണ്. C5ൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കണ്ടൻസിലുള്ളതാണ്.
ഉത്സാഹ ഇതിഹാസം ഞങ്ങൾ കൊറിയയിൽ സോൾ വെബ് ഫെസ്റ്റിലുണ്ടായിരുന്നു. അവിടെ ബെസ്റ്റ് ഡ്രാമഡി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴാണ് വൃത്താകൃതിയിലുള്ള ചതുരം എന്നുള്ള സിനിമ അവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായ ബഡ്ജറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലിലൊന്നും തുടങ്ങിയതല്ല. ഇതങ്ങ് ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ ഒരു വർഷം പ്ലാൻ ചെയ്യുന്നത് നല്ലത്. ആൻഡ് വിൽ പ്ലാൻ ഫോർ എ വീക്ക് ആൻഡ് വിൽ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു പെർഫെക്റ്റ് ആക്കിയിട്ടൊന്നും നമുക്ക് ഇത് പരിപാടി തുടങ്ങാൻ പറ്റില്ല. അപ്പം പുള്ളിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് മീൻ എനി സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലെ ബെസ്റ്റുമായിട്ട് നമുക്ക് പുറത്ത് വരാം. അങ്ങനെ ഈ ഒരു മീഡിയത്തിനെ അങ്ങനെയാണ് ഈ ഒരു മീഡിയത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല, പക്ഷേ ദാറ്റ് വർക്ക് ഫോർ അസ്. ഇപ്പം വൃത്താകൃതിയുള്ള ചതുരം IFFKയിൽ വന്നു. അത് കഴിഞ്ഞ് ആവാസവ്യൂഹം ചെയ്തു തുടങ്ങി. അതൊരു ഭയങ്കര ആംബിഷ്യസ് പ്രൊജക്റ്റ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുമെന്ന് അറിയില്ല. കോഡ് വന്നപ്പോഴത്തേക്കും പുള്ളി മടുത്തിട്ട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ള അവസാനം പിടിച്ച് നിർത്തിയിട്ടൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പോലും ഒരു വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചത്തില്ലെങ്കിൽ ഇത് തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറൊന്നും കയ്യിലില്ല. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അത് കളയാൻ പാടില്ല. അങ്ങനെ അതുണ്ട്, എത്ര ചെറുതാണെങ്കിലും തുടങ്ങിയാൽ തീർക്കണം. അപ്പം അത് ആ ഒരു ഡിറ്റർമിനേഷനിലാണ് ഈ പരിപാടികളൊക്കെ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സമയം പോലിരിക്കും. ആവാസ് ഇങ്ങനെ കയറി പോകുമെന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് തീർക്കാൻ പറ്റുമെന്ന് പോലും അറിഞ്ഞിടാത്തടത്തുനിന്നാണ് അത് നമുക്കൊരു വലിയ വിസിബിലിറ്റി തന്നത്. ഫോർ ദാറ്റ് മാറ്റർ നാഷണൽ അവാർഡ് വരെ എത്തിയത്. പിന്നെ അതിനുശേഷം അഗൈൻ പുള്ളിയുടേതായ വർക്കുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൃഷാന്ത് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാവും എന്നുള്ളതൊരു പുള്ളിയുടെ ഒരു നീഷ് ഓഡിയൻസിൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പം ആ ഫ്രീഡം വെച്ചിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടി ഒരു ബിഗ്ഗർ സ്കെയിലിലേക്ക് ആവണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം എക്സ്പെരിമെൻറ്റ്സ് എപ്പോഴും ഒരു ബഡ്ജറ്റ് കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ചും കൂടെ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനാണ് പുള്ളിയുടെ ശ്രമം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സിനിമകളായിരിക്കും ഇനി കുറച്ചും കൂടെ ഒക്കെ. ഇപ്പോൾ ഒരു A കാറ്റഗറി സ്റ്റാർസിൻ്റെ കൂടെയൊക്കെയുള്ള സിനിമകളൊക്കെയാണ് ഇനി അടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. ടൊവിനോയുടെ അല്ലേ ആ പ്രോജക്റ്റാണ്. ഇങ്ങനെ ഒരു 2-3 പരിപാടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ടൊവിയുടെ ഒരു പരിപാടി ഇങ്ങനെ സംസാരം നടക്കുന്നു. ഏതാദ്യം നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പം ഹീ കീപ്സ് ഓൺ വർക്കിംഗ്. എനിക്കൊന്ന് കഴിഞ്ഞൊരു 5-6 വർഷത്തിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഫിലിം മേക്കർ ഉണ്ടാവും. അതെ. അപ്പോൾ അത് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ പ്രീ നടക്കണം, അല്ലെങ്കിൽ ഷൂട്ട് നടക്കണം, അല്ലെങ്കിൽ പോസ്റ്റ് നടക്കണം. ഇതൊന്നും ഇല്ലാത്തൊരു സ്റ്റേജ് പുള്ളിക്ക് പറ്റില്ല. ഇപ്പം പുതിയ സിനിമകളുടെ പ്രീ പ്രൊഡക്ഷനിലാണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് അല്ല, 2-3 സൈമിൾട്ടേനിയസ്ലി നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ആർട്ടിസ്റ്റൊക്കെ വലിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് അവരുടെ ഡേറ്റൊക്കെ അനുസരിച്ച് നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും കാലം ഞങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്ക് ആ പ്രശ്നമില്ല. പുള്ളിയുടെ കംഫർട്ടും ഇത്രയും സിനിമകൾ ചെയ്യാനും കാരണം അതാണ്. കാരണം ഹി ഹാസ് ഗോട്ട് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂസ് ഓൾവേസ് വിത്ത് ദം. ഇപ്പം എന്നെ വിളിച്ചിട്ട് നമ്മൾ അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതേ കണക്ക് എന്നെ പോലെ കുറേ പേര് ആളുടെ കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളി ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത്, എനിക്ക് സിനിമ എന്ന് പറയുന്നത് കുറേ ഈ സൗഹൃദങ്ങളാണ്. എന്നുവെച്ചാൽ ആ ഒരു ഗ്രൂപ്പിൽ കുറേ ആളുകളുണ്ട്. അപ്പം അവിടെ മണി ഈസ് നോട്ട് എ ഫാക്ടർ. സ്പെൻഡിങ് ടൈം വിത്ത് ദം, അതിൽ ക്രിയേറ്റീവ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഒരുപാട് ഡ്രൈവ് ചെയ്യും എന്നുവെച്ചാൽ മുമ്പോട്ട് പോകാൻ. കാരണം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രോസസ്സിനെ ഡൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഹാവ് ടു ഗോ സിറ്റ് വിത്ത് ദം. ഞാൻ പിന്നെയും കൺവിൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളെത്തും. ചിലപ്പോഴൊക്കെ നമുക്കൊരു സെൽഫ് ഡൗട്ടൊക്കെ വരുന്നില്ല, ഇത് വേണോ, ഇത് ശരിയാവുമോ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ ദേ ആർ പ്ലാനിങ് സംതിങ് എക്സൈറ്റിങ്. പിന്നെ പുള്ളി ഒരിക്കലും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യില്ല. ഓൺലി ഇഫ് ഹീ ഈസ് കൺവിൻസ് ദാറ്റ് ഐ നീഡ് ടു ഡു ദിസ് ഫിലിം. ഈ സിനിമ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴേ പുള്ളി പടം ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുകൾ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് ലുക്ക് ഫോർവേഡ് ചെയ്യാണ്. അപ്പം ഫോർ മീ ഇഫ് യു ആസ്ക്, കൃഷാന്തുമായിട്ടുള്ളൊരു പരിചയം ഇസ് എ ബ്ലെസ്സിങ്. അതെ, ആവാസ് യുഗത്തിലെ ജോയ് ശരിക്കും പറഞ്ഞാൽ അത്ര ജോയ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അല്ലേ? എന്നാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള, ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു സിനിമ കൂടിയാണ്. അപ്പം ഇതുവരെയുള്ള ജേർണിയിൽ ഏറ്റവും ടഫസ്റ്റ് റോൾ ജോയ് ആയിരുന്നു? ഫിസിക്കലി അഗെയിൻ കുറച്ച് ടാക്സിങ് ആയിരുന്നു ആ ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ. പിന്നെ കുറേ നാൾ മുട്ടയടിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് പക്ഷേ കോവിഡ് ആയതുകൊണ്ടും അന്ന് വേറെ സിനിമകളൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പം മുട്ടയടിച്ച് നിൽക്കുക എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ലായിരുന്നു. പക്ഷേ ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഫിസിക്കലി നമുക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ടും വലിയൊരു സീക്വൻസ് ആയതുകൊണ്ടും കുറച്ച് ഫിസിക്കലി കുറച്ച് ടാക്സിങ് ആയിരുന്നു. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കൂടി ഇമോഷണലി ഇൻവെസ്റ്റഡ് ആദ്യത്തെ സിനിമയിലായിരുന്നു, വൃത്താകൃതിയിലുള്ള ചതുരം. ആവാസവ്യൂഹം ഐ ജസ്റ്റ് ഫോളോഡ് ഹിസ് ഓർഡേഴ്സ്. കാരണം നമ്മളെപ്പോഴും ആക്ടേഴ്സ് ഒരു റെഫറൻസ് നമ്മളെടുക്കും. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കഥാപാത്രം, ഒരു തവള മനുഷ്യനെ ഞാൻ എന്ത് റെഫറൻസ് എടുക്കുകയാണ്. അപ്പം അത് ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലൊരു ഇൻസ്റ്റൻസ് ആണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നു. അപ്പം ആ ബോട്ടിനകത്താണ്, ബോട്ടിൽ ക്യാമറ വെച്ചു. ഞാൻ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഷോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഷോട്ട് എടുത്തു. ഞാനും സാൻഡ്രയും കൂടെ ബോട്ടിലിരിക്കുന്നതാണ്. അപ്പം കട്ട് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും
ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാം ഓക്കെ അല്ല എന്നുള്ളത്. കാരണം പുള്ളി ഓക്കെ പറയുമ്പോഴത്തേക്കും, കാരണം കഴിവതും മറ്റേ റീടേക്കുകൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ റീടേക്കുകൾ പോകും. ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും ഓർഗാനിക് പെർഫോമൻസ് ഇതാണ് എന്നുള്ളത്. പെർഫോമൻസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി പോകും. അല്ലാണ്ട് ഇപ്പം പുള്ളി കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള പെർഫോമൻസ് ചിലപ്പം ഫസ്റ്റ് ഷോട്ടിലായിരിക്കും വരുന്നതെന്നുള്ളൊരു ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓക്കെ അല്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും എൻ്റെ DOP വിഷ്ണു പ്രഭാകർ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഈ ഒരു ഇതിന് മുമ്പ് ഞാൻ ചുമ്മാ പ്രെപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ജോയ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഈ ഷോട്ട് ഒന്നുകൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആ ഓക്കെ ആകുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ആ ഫസ്റ്റ് ഷോട്ട് എടുത്ത ദിവസം ഞാൻ പ്രെപ്പ് നിർത്തി. ആ സമയത്ത് ഒരു ഇയാൾക്ക് ഭയങ്കരമായ ബുദ്ധിയുള്ള മനുഷ്യനൊന്നുമല്ല. ഇയാളൊരു സിറ്റുവേഷനെ ചിലപ്പം ഒരു കൊച്ചുകുട്ടി എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ രീതിയിലേക്ക് ഞാൻ അങ്ങ് മാറി. അപ്പം ഷോട്ട് പറയുമ്പോഴത്തേക്കും ഓക്കെ ആ സറൗണ്ടിങ് ഒക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഫിസിക്കൽ എഫേർട്ട് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്തൊരു സിനിമയാണ് ആവാസ്യം. ഡയറക്ടർ അത്രയും കൺവിക്ഷനോടുകൂടി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫുൾ തിരക്കഥ മനസ്സിലാക്കിയൊന്നുമല്ല ഞാൻ ചെയ്തേക്കുന്നത്. അതങ്ങനെ മറ്റേ അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഒരു അതിപ്പം ഫോർ ദാറ്റ് മാറ്റർ മസ്തിഷ്ക മരണമാണെങ്കിലും ഇപ്പം അതിൻ്റെ തിരക്കഥ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നാണ്. അത് എല്ലാവരും ഇപ്പം രജിഷ തൊട്ട് എല്ലാവരും ഇത് എങ്ങനെ ചെയ്യും, ഇങ്ങനൊരു ഐഡിയ ഒക്കെ പറയുമ്പോഴത്തേക്കും ഇത് കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയകൾ പോലും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാലത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഉള്ളൊരു സാധനം ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു ചാലഞ്ചാണ്. അതിൻ്റെ മുകളിലാണ് ഇത് ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുകയും ഇത് ഹിറ്റാവുകയും വേണ്ടത്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പം ആവാസ്യത്തിനെക്കാട്ടി എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് മസ്തിഷ്ക മരണമാണ്. അതും ഞാൻ പറഞ്ഞില്ല, ഐ എം ജസ്റ്റ് ട്രസ്റ്റിംഗ് ദിസ് പേഴ്സൺ. ഈ മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ആണ് പഠിച്ചിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ സ്ട്രെങ്ത് ആണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, എനിക്ക് മറ്റേ പുതിയ രീതികളിൽ പുതിയ നറേറ്റീവുകൾ സൃഷ്ടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം നമ്മളതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ ആസ് ആക്ടേഴ്സ് പുള്ളി ക്യാരക്ടർ പറഞ്ഞു തരും, സീൻ പറഞ്ഞു തരും. മൊത്തം തിരക്കഥ മനസ്സിലാക്കിയിട്ടൊന്നും പുള്ളിയുടെ ഒരു വർക്ക് പുരുഷപ്രേതം ഞാൻ ആക്ച്വലി പുരുഷപ്രേതം നമ്മൾ ഫുള്ള് തിരക്കഥ വെച്ച് ഞാൻ എൻ്റെ ഡയറക്ഷൻ ടീമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ അത് കഥയായിട്ടും തിരക്കഥയായിട്ടും വയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നറേറ്റീവ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു സംവിധായകൻ്റെ സ്റ്റൈലാണ്. പക്ഷേ ആവാസ്യമാണെങ്കിലും മസ്തിഷ്ക മരണമാണെങ്കിലും ഒക്കെ ഞാനിത് ഫുള്ള് മനസ്സിലായത് ഇവഞ്ച്വലി നമ്മളൊരു സിനിമ കാണുമല്ലോ ഒരു തിരക്കഥ വായിക്കുമ്പോൾ, ഇതൊന്നും ആയിരിക്കില്ല പുള്ളി ചെയ്യുന്നത് ഇവഞ്ച്വലി. അപ്പം അത് നമുക്ക് കാണാൻ പറ്റാത്ത സിനിമകളാണ് ആവാസ്യവും മസ്തിഷ്ക മരണമൊക്കെ. ഞാൻ വിവരം തുറന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ആവാസ്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ പ്രശാന്തിൻ്റെ ഒരു വിഷൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് വെളിന്നറിയാൻ പറ്റത്തില്ല, പാടല്ലേ? അപ്പോൾ ഈ പുള്ളി എന്ത് തേങ്ങയാണ് ഈ ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ട ദിവസം തൊട്ട് അന്ന് കുറേ കഥകൾ പറഞ്ഞു. അപ്പം അന്ന് എനിക്കറിയാം ഹീസ് ട്രൈങ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അത് വർക്കാവില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അതൊരു യുണീക്ക് വോയിസ് ആണെന്നുള്ളത് അന്നേ തോന്നിയ കാര്യമാണ്. അപ്പം നമുക്കിപ്പം വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം പുള്ളിയെ ട്രസ്റ്റ് ചെയ്ത് പുള്ളിക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൂടെ നിൽക്കാം. ഇപ്പം വൃത്താകൃതിയിലുള്ള ചതുരത്തിലോ ആവാസവ്യൂഹത്തിലോ ഒന്നും ഞാനല്ല നായകനാണ് വേണ്ടത്. പുള്ളിയുടെ സാഹചര്യം കാരണം എന്നെ നായകനാക്കേണ്ടി വന്നതാണ്. അപ്പം പക്ഷേ അത് സംവിധായകൻ്റെ കഴിവാണ്. ഇപ്പം എനിക്ക് ഇന്ന ആക്ടറെയാണ് കിട്ടിയിരിക്കുന്നത്, ഇയാൾ അതിന് കൺവിൻസിങ് ആവാനായിട്ട് ഇപ്പം ആക്ടർ പ്രിപ്പയർ ചെയ്യുമല്ലോ കൺവിൻസ് ആവാനായിട്ട്, അതേപോലെ സംവിധായകൻ ഇയാളെ വെച്ചിട്ട് കൺവിൻസിങ് ആയിട്ട് ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതിന് പുള്ളിക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ബേസിസിലാണ് ഇതൊക്കെ വർക്ക് ആവുന്നത്. അതേപോലെ നല്ലൊരു ഫിലിം മേക്കറുടെ കിട്ടുമ്പോഴത്തേക്കും ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ലൊരു ഫിലിം മേക്കറിൻ്റെ കയ്യിലാണെങ്കിൽ വിൽ ബി ഡൂയിങ് ഗുഡ്. ഇപ്പോൾ ചില ആക്ടേഴ്സിനെ കുറിച്ച് നിങ്ങളിപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴും പറയില്ലേ പുള്ളി നന്നായില്ല, പക്ഷേ ചിലപ്പോൾ നല്ലൊരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് അഗൈൻ ആസ് ഗുഡ് ആസ് യുവർ ഡയറക്ടർ എന്നുള്ളത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ കൂടെ നിൽക്കുക, കൂടുതൽ ചിന്തിക്കേണ്ട. എന്നിട്ട് ഒരുപാട് ചിന്തിക്കുന്ന ഓവർ തിങ്കിങ്ങും പ്രശ്നമാണ്. അല്ല, ആവാസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മോഡേൺ ക്ലാസിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അത് പക്ഷേ ഓൺ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നുള്ളൂ. ആ മാജിക് കാണുന്നത് ആ സിനിമ വെളുത്തിൽ കാണുമ്പോഴാണ്. പക്ഷെ അല്ലാതെ നമ്മൾ അണിയറയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് എങ്ങനെ ഇവോൾവ് ആവും എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഒരു ഐഡിയ ഇല്ല. എനിക്കൊരു എൻ്റെ ഒരു ലൈഫിലൊരു വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രിവ്യൂ വെച്ച്. എനിക്ക് തോന്നുന്നൊരു 50-60 പേരുള്ള ഒരു പ്രിവ്യൂ ആയിരുന്നു. അവിടെ ഒരു സ്റ്റുഡിയോയിൽ, വെണ്ണലയുടെ സ്റ്റുഡിയോയിലാണ് ഇത് വെച്ച്. അപ്പം ഞാനും ഈ സിനിമയുടെ ഫൈനൽ ഫോം അത് IFFK ഒന്നും കിട്ടിയിട്ടില്ല. ഈ സിനിമ വെച്ചിട്ട് നമ്മൾ സിനിമ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെയുള്ള സിനിമയ്ക്കകത്തുള്ള കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചിട്ടാണ് ഈ സ്ക്രീനിങ് നടത്തിയത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമ നമുക്ക് വർക്ക് ആവാൻ ഭയങ്കര പാടാണ്. വെച്ചാൽ നമ്മൾ അതിൻ്റെ തൊട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ലാസ്റ്റ് ഇവൻസിൽ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആവാസ് യൂത്തിൻ്റെ
ടൈറ്റിൽസ് റൺ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഗൂസ് ബംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗൂസ് ബംസ് അടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഗംഭീര സിനിമയാണ്, പക്ഷേ ഇത് ആളുകളിലേക്ക് എത്തുമോ, ആളുകൾക്ക് വർക്കാവോ, നമ്മൾ ചെയ്ത വർക്കിൽ എനിക്ക് ആകെ ആ ഒരു ഫീൽ കിട്ടിയിട്ടുള്ള ആവാസയോഗത്തിലാണ്. നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇപ്പം ഞാൻ എന്നെ സ്ക്രീനിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ രോമാഞ്ചം വരാനാണ്, പക്ഷേ ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഇതിൻ്റെ കഥകൾ പറയുമ്പോഴും ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ പറയുമ്പോഴും ഇത് എങ്ങനെ ഓൺ സ്ക്രീൻ വരുമെന്ന് എനിക്ക് പറഞ്ഞുകൂടല്ലോ. ഞാൻ അവിടെ ഒരു സിനിമ കണ്ടിട്ടില്ല, അവിടെ എനിക്ക് ഇങ്ങനൊരു സാധനം കിട്ടിയപ്പോഴത്തേക്കും ഒരു ഭൂം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആയിരുന്നു പടം കഴിഞ്ഞപ്പം എല്ലാവരും ഒരു ട്രാൻസിലെന്നൊക്കെ, കാരണം ഒരു ഇരുണ്ട മുറിയിലല്ലേ ഇത് കാണിക്കും, ഒരു ട്രാൻസിലൊക്കെ എത്തിയ ഒരു അവസ്ഥയായിരുന്നു. വാട്ട് ഡിഡ് ഐ ജസ്റ്റ് വാച്ച്, ആ ഒരു സ്റ്റേജിൽ നമ്മളെല്ലാവരും എത്തി. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനം നല്ലതാണ്, ഐ മീൻ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷേ ഇതെങ്ങനെ ആളുകൾ എടുക്കുമെന്നുള്ളത് അന്ന് പറഞ്ഞുകൂടാ. പക്ഷേ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് ഇറ്റ്സ് ഇൻ മൈ കരിയർ എന്നുള്ളതാണ്. എനിക്ക് ഒരുപക്ഷെ ഇനിയിപ്പം ഈ ഫുൾ ടൈം ഇനിയിപ്പം ആർക്കിടെക്ചറിലേക്ക് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇറങ്ങിയാൽ പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അല്ല, എനിക്ക് ആവാസത്തിന് ശേഷം കിട്ടിയതെല്ലാം ബോണസായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അത് വളരെ സംതൃപ്തനാണ് ഞാൻ. മുന്നിലേക്ക് സിനിമ ഒരാഗ്രഹമാണ്, എന്ന് വെച്ചാൽ 365 ദിവസം അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ ഞാനൊരു അതിൻ്റെ പകുതി ദിവസം പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി രൂപത്തിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനും കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വിഷപ്രായത്തിൽ. അപ്പം നമ്മളൊരു ക്യാരക്ടർ വരുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റ് ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ സേഫ് അല്ലേ അയാളെ ആ ക്യാരക്ടറിനെ വിളിച്ച് ജയിക്കുക എന്നുള്ളത്. ഇയാളെ വെച്ച് എന്തിന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം? ആ എക്സ്പെരിമെൻ്റ് എന്നെ ചെയ്തിട്ടുള്ളത് കൃഷ്ണദേട്ടനാണ്. അപ്പം അതാ ഞാൻ പറഞ്ഞ ഐ ഫീൽ ബ്ലെസ്ഡ്. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്ത് ആ വഴിക്ക് അങ്ങ് പോയാൽ. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് പൊന്മാനിലെ സജിൻ ഗോപുവിൻ്റെ കഥാപാത്രം. സജിൻ ഗോപു നല്ലോണം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും ആ ഒന്നാമത് കൊല്ലം ബേസ് ചെയ്തിട്ടുള്ള പടമാണ്, അതിൽ എങ്ങനെ രാഹുൽ രാജകോൽ എത്തിയില്ല എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. സജിൻ ഗോപുവിൻ്റെ ആ ഒരു ക്യാരക്ടർ രാഹുൽ ചെയ്തിരുന്നെങ്കിൽ എന്നും ഞാൻ ആലോചിച്ചു. അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണോ? ഇല്ല, പൊന്മാനിൽ എന്നെ വിളിച്ചതാണ്. അത് ആ സമയത്ത് കൊണ്ടല്, ടർബോ, 4.5 സംഘം. അപ്പം ജ്യോതിഷേട്ടൻ എന്നെ കൺട്രോളർ രഞ്ജിത്തേട്ടനെ വിളിച്ചത്. അപ്പം സെയിം പ്രൊഡക്ഷൻ ടീമാണ് മസ്തിഷ്ക മരണവും ചെയ്തിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലോസ് ആയിട്ട് ഞാൻ കാണുന്നത് അതാണ്. കാരണം കഥയുണ്ട്. അപ്പോൾ അത് രഞ്ജിത്തേട്ടൻ വിളിച്ചപ്പോൾ ഈ 4.5 സംഘത്തിൻ്റെ ഡേറ്റ്സ് സോണി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്ന സമയമാണ്. കൊണ്ടൽ കമ്മിറ്റി ഇട്ടുണ്ടായിരുന്നു, ടർബോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കൊണ്ടൽ വിചാരിച്ച സമയത്തൊന്നും നടന്നില്ല. അപ്പം അത് നീണ്ടുപോയി. ഈ സീരീസും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു തരത്തിൽ ഞാൻ വിളിച്ചപ്പോൾ ഈ ക്യാരക്ടറാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് എന്നോട് പറഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം മസ്തിഷ്ക മരണത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഫ്ലവേഴ്സിൻ്റെ ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മസ്തിഷ്ക മരണത്തിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റ് ഉണ്ടായിരുന്നു. പൊന്മാനിന് കുറേ അവാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിഷേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിഷേട്ടൻ പറഞ്ഞു, വിളിച്ചല്ലായിരുന്നോ ചേട്ടാ, എനിക്കൊരു കരച്ചിൽ വരും. കാരണം പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗംഭീരമായ ഒരു കഥാപാത്രം. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് കഴിഞ്ഞ് അന്വേഷിപ്പും കണ്ടെത്തും ഡബ് കറക്ഷൻ എന്നപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ ഡയറക്ടർ ഡാറുൻ ചേട്ടനാണ് പറഞ്ഞത്, നീ എന്ത് പണിയാണ് കാണിച്ചത്, ഇന്ന ക്യാരക്ടറിനാണ് വിളിച്ചത്. ഞാൻ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞപ്പം, ചേട്ടാ ഞാൻ മറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ചെയ്യാം എങ്ങനെയെങ്കിലും. അല്ലടാ, അത് വേറെ നമ്മൾ കാസ്റ്റ് ചെയ്ത് പൊന്മാനിലെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ചു. പക്ഷെ എനിക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം കൊണ്ടൽ അതേ കണക്ക് നീണ്ടുപോയി. ഒരു പോയിന്റിൽ പൊന്മാനും കൊണ്ടലും ഒരേ സമയത്ത് കൊല്ലത്ത് ഷൂട്ട് കിടക്കുകയാണ്. അപ്പം കൊണ്ടൽ ഒരുപാട് മുമ്പേ തുടങ്ങിയതാണ്. പൊന്മാൻ ഷൂട്ട് തുടങ്ങി തീർന്നിട്ടും കൊണ്ടൽ തീർന്നിട്ടില്ല. ആൻഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊണ്ടലിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിൽ സജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സജിന് ആ സമയത്ത് ആവേശം തീരാത്തത് കൊണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ എക്സാക്ട് കഥ അറിയില്ല. അപ്പം പൊന്മാനി പറഞ്ഞ കൊല്ലത്തുകാരനായതുകൊണ്ടും ആവാസവും കണ്ടിട്ടാണ് ജ്യോതിഷേട്ടൻ വിളിച്ചതെന്നും പറഞ്ഞു. അപ്പം ആ ഒരു ക്യാരക്ടർ എനിക്ക് സ്യൂട്ടാവുന്നൊരു പരിപാടിയായിരുന്നു. അഷ്ടമുടി അറിയാം, ജ്യോതിഷേട്ടൻ തന്നെ പറഞ്ഞില്ല, നിനക്കാകുമ്പോൾ അഷ്ടമുടി അറിയാം, കുറച്ചും കൂടെ ഒരു സേഫ് കാസ്റ്റ് എന്നുള്ള രീതിയിൽ അന്ന് ആദ്യം ആലോചിച്ചു. അന്ന് എനിക്കൊന്നും ആവേശമൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇവഞ്ച്വലി പൊന്മാൻ ഇറങ്ങിയപ്പോൾ ആ സിനിമയ്ക്ക് ഗുണം സജിൻ തന്നെ ചെയ്തതാണ്. കാരണം പുള്ളി ആവേശം കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും ഒരു കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു ആക്ടറും കൂടിയായി. അപ്പം എപ്പോഴും അങ്ങനെയാണ് സിനിമകളിൽ. ഇപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാവും, പിന്നെ എനിക്കൊന്ന് ആദ്യമായിട്ട് എന്നെ ഒരു ഓപ്ഷൻ, പലപ്പോഴും ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ്. അവിടെ എനിക്കൊന്ന് ജ്യോതിഷേട്ടനെ ആവാസവും കണ്ടിട്ടായിരിക്കാം അത്. പിന്നെ അത് നമ്മുടെ തലവരെയും കൂടെ നേരെയാവണ്ടേ. അതൊരു ജ്യോതിഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കണ്ടപ്പോൾ അന്ന് കുറേ കുത്തി നോക്കി. ഞാൻ പറഞ്ഞ അടുത്ത പടവും പുള്ളി ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്, കൊല്ലം ബേസ്ഡ് ആണ്, നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പഴയ കഥ തന്നെയാണ്. ഞാൻ ചേട്ടാ അതിൽ എന്ത് വിളിച്ചാലും ഞാൻ വന്നോളാം ചേട്ടാ, ഇച്ചിരി നേരത്തെ പറഞ്ഞാൽ മതി. അതിൽ സജിൻ ഗോപു നല്ലോണം ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ബേസിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബേസിൽ ആ സിനിമ ഞാൻ കണ്ടു. ഞാൻ ഈ അവാർഡിൻ്റെ ബേസിലായിരുന്നു ബെസ്റ്റ് ആക്ടർ. ബ്രോ ഗംഭീരം എന്ന് വെച്ചാൽ
നമ്മൾ ആക്ടേഴ്സിനെ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പം ബേസിൽ അതുവരെ ചെയ്തിട്ടുള്ളൊരു പരിപാടിയല്ല. ഞാൻ കഠിന കഠോരം ഈ അണ്ടകടകം എന്നുള്ള ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അതുവരെ കണ്ടിട്ടുള്ളൊരു ബേസിൽ ജോസഫ് അല്ല പൊന്മാനിൽ കണ്ടത്. അത് ബേസിൽ ഇവിടുത്തെ നമ്മുടെ ഈ കൊല്ലത്തെ ഒരു സ്ലാങ് ഒക്കെ മാനേജ് ചെയ്തിരിക്കാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ അവാർഡ് ബേസിൽ മേടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയാണ്. ഐ ഫീൽ ദാറ്റ് ഹി ഡിസേർവ് ഇറ്റ്. അത്ര ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സജിനാണെങ്കിലും ഒരു ഗംഭീരമായിട്ട് തന്നെ ആ ക്യാരക്ടർ അത് ലേഡാണ്. ഭയങ്കര രസമുള്ള രണ്ട് കഥാപാത്രങ്ങളുടെ. രാഹുൽ, ഈ കരിക്കിലെ ടീം മെമ്പേഴ്സ് താങ്കളുടെ കൂട്ടുകാരാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ. അപ്പോൾ ആ ഒരു ബന്ധം തുടങ്ങുന്നതും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? അർജുനും ജീവനും ആക്ച്വലി രാജഗിരിയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എം ബി എ കാലഘട്ടത്തിൽ. അപ്പം അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അർജുനും ജീവനും ഒക്കെ ഉത്സാഹദിഹാസത്തിലും ഉണ്ട്. അപ്പം കരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരങ്ങോട്ട് പോയി. ഞാൻ കൃഷ്ണദേവനോട് വൃത്താകൃതിയിലുള്ള ചതുരം ആ ഫിലിം ചെയ്യാൻ പോയി. അപ്പം ആവാസ്യവും ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് മുട്ടയടിച്ച് കുറച്ച് പറ്റ കളിച്ചിരിക്കുമ്പോഴാണ്. ഇപ്പം അർജുൻ അറിയാമല്ലോ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് അത് ഒരു ഗുണമാണ് കേട്ടോ. ഒരു പോലീസ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് എന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ അത് വിളിച്ചു ആദ്യം പോയി ചെയ്ത് എനിക്കത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഹ്യൂമർ ഉണ്ടാവുന്നൊരു പ്രോസസ്സ് ഉണ്ട്. വെച്ചാൽ അത് അവിടെ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു റിട്ടേൺ സ്ക്രിപ്റ്റും തന്നിട്ടില്ല. നമ്മളോട് ചെന്നിട ഇതാണ് പരിപാടി, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ഓൺ ദ സ്പോട്ട് ഇംപ്രോ പരിപാടിയാണ് അവിടെ കൂടുതൽ നടക്കുക. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പുതിയ പ്രോസസ്സായിരുന്നു. പിന്നെ എല്ലാവരും സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ രസമായിട്ട് തന്നെ അത് ചെയ്തു. പിന്നെ കലക്കാച്ചി വന്നപ്പോൾ ഇത് കണക്ക് അർജുൻ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ട്, ഇത് ഇങ്ങനെയാണ് സംഭവം, കുറച്ച് പ്രായമുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് ആ പ്രായമുള്ളത് ഇതെങ്ങനെ വർക്കാവുമെന്ന് എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു പ്ലാൻ ഉണ്ട്, നീ എന്തായാലും മറ്റേ ഫ്രീ ആയിട്ട് വന്നാൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നിഖിലേട്ടനും എല്ലാവരും ഫുൾ ടീമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിഖിലേട്ടൻ വന്ന് കണ്ടിട്ട് പറഞ്ഞു, അന്ന് ഈ പ്രളയത്തിൻ്റെയൊക്കെ സമയമാണേ, മറ്റേ മഴ തോർത്തൊരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര സൗകര്യമുള്ളൊരു ദിവസമാണ്. അപ്പം അന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്ന നിഖിലേട്ടൻ വന്ന് കണ്ടിട്ട് ഇന്ന് മേക്കപ്പ് വേണ്ട, ഇന്ന് ഷൂട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പുള്ളിക്ക് ആ മേക്കപ്പ് ചെയ്തത് പുള്ളിക്ക് ആദ്യത്തെ ദിവസം വർക്കായില്ല. എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് അർഷാദൊക്കെ വന്ന് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടറിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. കാരണം ഞാനൊരു 2-2.5 ദിവസം അതിന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ആദ്യത്തെ ദിവസം ഇവർ ഈ എടുത്തൊരു കോള് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ മാക്സിമം അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളൊരു, ഞാൻ പറഞ്ഞത് എഗെയിൻ എപ്പോഴും ഐ ട്രസ്റ്റ് ദ പീപ്പിൾ ഹൂ ഐ ആം വർക്കിംഗ് വിത്ത്. അപ്പം അവർ നമുക്ക് അവരിത് നന്നാക്കാനുള്ള കമൻസിലേ തരുള്ളൂ. അവിടെ ഞാൻ സ്റ്റിഫായിട്ട് നിന്നിട്ട് ഞാനിതാണ് ചെയ്യുന്നത്, എനിക്കിതാണ് ശരിയെന്ന് പറയുന്നൊരു കാര്യമില്ല. ചിലപ്പം എൻ്റെ ശരിയായിരിക്കില്ല അവരുടെ ശരി. അവർ പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹോൾ പിക്ചർ മനസ്സിൽ കണ്ടിട്ടായിരിക്കും പറയുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് ഗോട്ട് ബെറ്റർ ചാൻസസ് ഓഫ് വർക്കിംഗ്. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട, ഇപ്പം നമുക്ക് ഇൻഹിബിഷൻ ഇല്ലല്ലോ, അപ്പം അവർക്ക് വേണ്ടത് എന്താണോ അത് ചെയ്ത് കൊടുത്തിട്ട് പോവുക. ബാക്കിയൊക്കെ ആ ഒരു പ്രോസസ്സിൽ അങ്ങ് സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെ കരിക്ക് എ ബഞ്ച് ഓഫ് വെരി ക്രിയേറ്റീവ് പീപ്പിൾ. അപ്പോൾ അവരുടെ കൂടെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ കരിക്കിൻ്റെ പോപ്പുലാരിറ്റി എന്താണെന്നുള്ളത് ഞാനതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ആളുകളെ ഇപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞാനൊരു വെഡിങ് ഫംഗ്ഷന് പോയപ്പോഴും ഈ ആളുകൾ ഇപ്പോഴും, ഞാനിപ്പോൾ ഒരു 25-24 സിനിമകൾ ചെയ്തു, പക്ഷെ ആളുകൾ ഇപ്പോഴും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കരിക്ക് വെച്ചിട്ടാണ്. ഈ കൊച്ചു കുട്ടികൾ തുടങ്ങി. അപ്പം അതൊരു ഭയങ്കര, നമ്മളിതൊക്കെ തന്നെ ആഗ്രഹിച്ചു, നമ്മുടെ വർക്കുകൾ ആളുകൾ കാണണം, നമ്മളെ തിരിച്ചറിയണം, അതിലേക്ക് ഒരു ഹാപ്പിനെസ് കിട്ടില്ലേ. അപ്പോൾ അതെനിക്കിപ്പോഴും കരിക്ക് കാരണമാണ് കിട്ടിയിരിക്കുന്നത്. ഐ ആം വെരി താങ്ക്ഫുൾ അബൌട്ട് ദാറ്റ്. സൈലബിൻ്റെ അനന്തുവാണ് കരിക്കിൻ്റെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്കമിങ് ഫിലിം. ഒരു കരിക്കും അനന്തും കൂടെ ചേർന്നിട്ടാണ്. ഇഫ് ഐ മേ ആസ്ക്, അതിലില്ല, ഞാൻ ചോദിച്ചു. അപ്പം അതിൽ കരിക്കിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ ഇതിലില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം ഇല്ലാത്ത കഥാപാത്രം എഴുതി ഉണ്ടാക്കി, പിന്നെ എനിക്ക് ചേരുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്നും എനിക്കറിയാം. അപ്പം ജബ്ല അങ്ങനെ വിളിച്ചതാണ്. ജബ്ല എന്ന് പറഞ്ഞൊരു കരിക്കിൻ്റെ സീരീസ് ഉണ്ട്. അപ്പം അതിൽ ബേസിൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ഇത് ചെയ്തത്. എനിക്ക് ബേസിൽ നിവിൻ പോളിയുടെ ഒരു സിനിമ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ബേസിൽ ഈ കഥ നീലേട്ടനോട് പറഞ്ഞപ്പോൾ നീലേട്ടൻ പറഞ്ഞോടാ രാഹുൽ ചെയ്തോളും എന്ന് പറഞ്ഞപ്പം ബേസിലാണ് അങ്ങനെ എന്നെ വിളിക്കുന്നത്. നീലേട്ടൻ പറഞ്ഞപ്പം എനിക്കറിയാം, ഓക്കെ എനിക്ക് ചേരുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ വിളിക്കുമെന്നുള്ളത്. എന്നാലും ചോദിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ നിനക്ക് ചേരുന്നതില്ല, ടോട്ടലി ഫൈൻ. പിന്നെ കരിക്കിൻ്റെ ഒരു ലോങ് ടേം പ്ലാനിൽ കൂടുതൽ സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എനിക്ക് ചേരുന്നത് വരുമ്പോൾ എന്നെ വിളിക്കാം. ഈ സിനിമകളുടെ ഇടയിൽ പലപ്പോഴും ഗ്യാപ്പ് വരാമല്ലോ, പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു ആങ്സൈറ്റി തോന്നാറുണ്ടോ? ഇപ്പോൾ ഒരു സിനിമ വരുമോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണെങ്കിലും, അതോ ഈ ഓൾട്ടർനേറ്റീവ്ലി ഇതൊരു ഇൻകം സ്ട്രീം ഉള്ളത് കൊണ്ട് അങ്ങനെ ആങ്സൈറ്റി ഇല്ലേ? ആ ആങ്സൈറ്റി സത്യം പറഞ്ഞാൽ ഒരു ചെറുതായിട്ടുണ്ട്. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു
പരിധി കൂടുതൽ സിനിമ ഇല്ലാണ്ടിരിക്കുന്നത് എനിക്ക് ആക്ച്വലി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോഴും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഇൻകം ഞാൻ ബിസിനസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് സ്പേസിലേക്ക് നമ്മൾ പോകും. അപ്പം നമ്മുടെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ ചെയ്ത് വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം അവർക്ക് ജീവിച്ചു പോകാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ളൊരു സിസ്റ്റം ഞാൻ ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ എം സ്റ്റിൽ വർക്കിംഗ്. ഇപ്പം സിനിമ ഇല്ലാത്തപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന പ്രശ്നമില്ല. ബിസിനസ് കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. ഇനി കുറച്ചും കൂടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാം ചെയ്യണമെന്നുള്ള ധൃതിയില്ല, ഇനി വരുന്നതിൽ നല്ലത് നോക്കി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പിന്നെ അഗെയിൻ സിനിമകൾ, ഒന്നാമത്തെ കാര്യം സിനിമകൾ വരുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പം ചില സമയത്തൊക്കെ ഇപ്പം സിനിമയില്ലാതെ ഞാൻ ഫിനാൻഷ്യലി അല്ല പറയുന്നത്, നമ്മളൊരു സിനിമ ഇല്ലാതെ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും. നമ്മൾ ഒരു സെറ്റിലൊക്കെ ഒന്ന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങും. പ്രൊഡക്ഷൻ ഫുഡ് മിസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു സിനിമ ഇപ്പം ചിലപ്പം ചെറുതാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോയി ചെയ്യും. ഇപ്പം അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു ഹാപ്പി. ഈ ഫുഡിൻ്റെ കാര്യം പലരും പറയാറുണ്ട്, അത് ശരിക്കും എന്തോ വാട്ട് സ്പെഷ്യൽ അബൌട്ട് ഈ ലൊക്കേഷൻ ഫുഡ്? എനിക്ക് ഡിന്നറാണ് ഏറ്റവും ഇഷ്ടം. ഡിന്നർ എന്ന് വെച്ചാൽ ഒരു കാരിയർ വരും. അപ്പോൾ ഇതിനകത്ത് കഞ്ഞിയും ചമ്മന്തിയും പയറും അച്ചാറും അങ്ങനെയൊക്കെ ഉണ്ടാവും. ചപ്പാത്തിയും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയും കറിയും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചിട്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. ഇത് മറ്റേ തമ്മിലായിട്ട് മറ്റേ മനോരമയിൽ ഇടുന്ന കണക്കല്ലേ, രാഹുലിന് ഇഷ്ടം കഞ്ഞിയും ചമ്മന്തിയും നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന വെള്ളമാണ്. നമ്മൾ രാത്രി ഒരുപാട് കാർബ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കഞ്ഞിവെള്ളം ഒരു ഭയങ്കര കൊതി തോന്നും നമുക്ക്, കഞ്ഞിയോടൊക്കെ കൊതി തോന്നും. അപ്പോൾ അതും മിക്ക സെറ്റുകളിലും ഫുഡിന് ഒരേ ടേസ്റ്റാണ്. ഇത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം മെസ്സ് പലരായിരിക്കുമല്ലോ റൺ ചെയ്യുന്നത്, പക്ഷേ നല്ല രസമുള്ള, ഇടയ്ക്ക് അത് മിസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ പോയിട്ടൊരു വിളിക്കുന്നതെങ്കിലും ഇപ്പോൾ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ, ഞാൻ ബാച്ചിലർ പാർട്ടി 2 ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്ക്, അത് ഞാൻ പറഞ്ഞില്ല, ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. നല്ല ഒരു ദിവസം വിളിച്ച ഒരു പോലീസ് ക്യാരക്ടറാണ്, നാമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം. ഇപ്പം നമ്മൾ ബിഗ് ബി ഒക്കെ ഇവിടെ മറ്റേ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ടുള്ളതാണ്. ചോട്ടാമ്പേ ബിഗ് ബി ഇറങ്ങിയപ്പോൾ ഞാനത് 2 സിനിമയും ഒരുമിച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ എന്തോ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ലാൽ സാർ ഫാനാണല്ലോ. അപ്പം ചോട്ടാമ്പേ ഓക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ബിഗ് ബി കണ്ടപ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ, എന്നാൽ മറ്റേ ഇത് ഫാൻ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇതങ്ങോട്ട് അംഗീകരിക്കാനും വയ്യ. അന്നേ ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കർ, അപ്പം പുള്ളിയുടെ ഒരു സിനിമയിലേക്ക് ഒരു ചെറിയ ക്യാരക്ടറിനെ വിളിക്കുമ്പോഴാണെങ്കിൽ എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഞാൻ വന്ന് ചെയ്തോളാം. ഇപ്പം അമൽ സാറിനെ കണ്ടപ്പോഴും നമുക്കൊരു സെറ്റിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും വിൽ ഫീൽ ഹാപ്പി. അമൽ സാർ ആദ്യം കണ്ടപ്പോഴേ ഇങ്ങനെ പറഞ്ഞു, വെരി സോറി ചെറിയൊരു പരിപാടിക്ക് വിളിച്ചതിന്. ഞാൻ സാർ ഒരു പ്രശ്നമില്ല, അല്ല നമുക്ക് ഇവിടെ നമുക്ക് തുടങ്ങാം. പുള്ളി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ചെല്ലുമ്പം ഉണ്ണിയാർ സാർ ഇരുന്ന് ഈ സീനിൻ്റെ ഡയലോഗ്സ് ഒക്കെ ഒരുമിച്ച് ബിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ വെച്ച് ഷൂട്ട് ചെയ്ത് ഈ സീനിൻ്റെ ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഉണ്ണി സാർ എഴുതി കൊടുത്തിട്ട് പോയി. അപ്പം എന്നോട് എനിക്ക് സീൻ തന്നു, ഞാൻ വായിച്ചു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നീ ആണെങ്കിൽ ഇത് എന്ത് പറയും? ഞാൻ 1-2 സജഷൻസ് പറഞ്ഞു. പുള്ളി അതിൽ ഒരെണ്ണം പറഞ്ഞിട്ട് അത് വേണ്ട, ഇത് കൊള്ളാം, ഇത് വെച്ചു. അപ്പം ഒരു നല്ലൊരു ക്രിയേറ്റീവ് ഗിവ് ആൻഡ് ടേക്ക് നമുക്കവിടെ ഫീൽ ചെയ്യും. ഒരു ചെറിയ സീക്വൻസ് ആണ്, ഒരു ഹാഫ് ഡേ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. വന്നു പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് നദിയ മാമിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം അത് വേറൊരു ആർട്ടിസ്റ്റാണ്, 3 പേരുള്ളൊരു ചെറിയ സീനായിരുന്നു. പക്ഷേ അതൊരു അഗെയിൻ ഒരു അമൽ നീരത് സെറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് കണ്ടു. ലോട്ട് ഓഫ് ഇതാണ് ഒരു ബഞ്ച് ഓഫ് മറ്റേ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ഒരു മാസം 2 മാസമൊക്കെ നമ്മൾ വേറൊരു ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഒരു സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. ആൻഡ് ഐ ലോങ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഫ്യൂച്ചർ ഫിലിം യാത്ര, അതായത് വൃത്താകൃതിയിലുള്ള ചതുരം മുതൽ പേട്രിയറ്റ് വരെ എത്തി നിൽക്കുന്ന ഒരു ഫ്യൂച്ചർ ഫിലിം ജേണി, അപ്പോൾ അതിൽ ലാസ്റ്റ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി സ്റ്റാറർ പടത്തിൽ വരെ രാഹുൽ രാജഗോപാൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ അല്ലേ? ഒരു നമുക്കിവിടെ പേട്രിയോട്ടിലില്ല, ഞാൻ ടർബോയില് നമ്മുടെ സുഹൃത്തായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മധുരരാജയിലും ഉണ്ട്, അതിൽ ജൂനിയർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ഒരു ജേണിയിൽ ഓബ്വിയസ്ലി നേരത്തെ രാഹുൽ പറഞ്ഞ കണക്ക് അഭയസുഖത്തിന് ശേഷം എല്ലാം കിട്ടുന്ന ബോണസാണ്. ഇപ്പോൾ ഇതൊക്കെ വലിയ ബോണസായിട്ട് വേണമെങ്കിൽ കരുതാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ജേണിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ദുരനുഭവങ്ങൾ, അതായത് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരു പ്രോസസ്സിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും കൂടെ കടന്നു പോയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരു സെറ്റിൽ എനിക്ക് അങ്ങനെ ദുരനുഭവങ്ങളൊന്നും ദിവസമാഴ്ച ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ വളരെ കുറച്ച് പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും. അവിടെ ഒരു പരിഗണനയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ചെല്ലുക, നമ്മുടെ ജോലി ചെയ്യാൻ പോവുക. അപ്പം സെറ്റിൽ പലതരത്തിൽ ആളുകളെ പരിഗണിക്കാറുണ്ട്. അപ്പം ആ പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പരാതിയില്ല. കിട്ടിയാൽ സന്തോഷം, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മളോടൊരു കഥ പറയുകയും
അതിനായിട്ട് നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങുകയും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളറിയുന്നു നമ്മളെ മാറ്റി എന്നുള്ളത്. അത് വേറെ വഴിക്ക് അറിയുമ്പോഴാണ് ബുദ്ധിമുട്ട്. അങ്ങനെ 1-2 സാഹചര്യങ്ങൾ. പൊന്മാനല്ല കേട്ടോ, പൊന്മാൻ എൻ്റെ പ്രശ്നം കൊണ്ടുപോയതാണ്. അല്ലാതെ വേറെ കുറച്ച് ചില സിനിമകളിൽ അവരായിട്ട് അറിയിക്കുന്നില്ല. അപ്പം അതെനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പം എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങളെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റുകയാണ് എന്ന് വിളിച്ച് പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് ചെയ്യുന്ന ഒരു മാൻ ടു മാൻ ഒരു മര്യാദയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്കത് കാരണം അങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രിപ്പിനിടയ്ക്ക് ഇരുന്ന് എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞ് അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് പേട്രിയോട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റയർലി വേറൊരു രൂപത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം വേറൊരാളുടെ വർക്കല്ലേ ഹിൻഡറാവുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നാവുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പം നിങ്ങളെ ഇതിനകത്ത് നമ്മളെ കാസ്റ്റ് ചെയ്യാത്ത അവരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മളെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ഓക്കെ നമ്മളതിൻ്റെ പ്രെപ്പ് തുടങ്ങി, നമ്മളെ മാറ്റുകയാണ്, അത് പറഞ്ഞാൽ മതി. അത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണോ ചെയ്യേണ്ടത്? ഇല്ല, മലയാളത്തിൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പ് ഇല്ല. കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും മലയാളത്തിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഭയങ്കര ഓർഗനൈസ്ഡ് രീതിയിലല്ല ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് വിധിച്ചതല്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു അതർ സൈഡ്, അതായത് ഒരുപാട് മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടാവുമല്ലോ. കൃഷാന്ത് അല്ലാതെ താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ 1-2 പേര് ആരൊക്കെയായിരിക്കും? കൃഷാന്തേട്ടൻ്റെയും കരിക്കിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് വൈശാഖ് സാർ, എനിക്ക് ഇര എന്നുള്ള ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് HDFC വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അത് MBA കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞ് HDFC വർക്ക് ചെയ്യുന്ന സമയത്ത് HDFCയുടെ കസ്റ്റമറായിരുന്നു. അപ്പം എൻ്റെ മാനേജർ പറഞ്ഞു ഇത് എനിക്ക് ഇവന് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഡെയിലി എത്ര പേര് ചാൻസ് ചോദിക്കുന്നുണ്ടാവും. എനിക്കൊന്ന് അത് പുലിമുരുകനെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം പുള്ളി ഇങ്ങനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊരു ചെക്ക് പിടിപ്പിക്കാനായിട്ട് ഒരു ദിവസം വീട്ടിൽ പോകേണ്ടി വന്നു. ഒരു ഹർത്താൽ ദിവസമായിരുന്നു. അപ്പം പുള്ളി എനിക്ക് വന്ന് ഏതോ ഒരു സിനിമയുടെ പൂജ കഴിഞ്ഞിട്ട് വന്നു, അച്ചായൻസിൻ്റെ പൂജ കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിലൊറ്റയ്ക്കായിരുന്നു. അപ്പം അന്ന് എനിക്ക് കൃഷ്ണാന്തരം കട്ട് ചെയ്ത് തന്നൊരു ആക്ടിങ് റീലുണ്ട്. ഞാൻ ഈ ചെക്ക് സൈൻ ചെയ്തിട്ട് സാർ എനിക്കൊരു 5 മിനിറ്റ് വരുമെന്ന് വെച്ചിട്ട് ഞാൻ ഈ റീല് കാണിച്ചു കൊടുത്തു. അപ്പോൾ റീല് കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ സീരിയസ് ആണ്, ഇവൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. പുള്ളി എൻ്റെ എന്താ അടുത്ത പരിപാടി? ഞാൻ സാർ ഞാൻ ജോലി വിട്ടിട്ടൊരു 2 വർഷം സിനിമയെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. കാരണം പുള്ളി ഇത് കണക്ക് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിനിമയിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് കൊച്ചിയിലേക്ക് വന്നിട്ട് പുള്ളി ആദ്യത്തെ കാലങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. പുള്ളി ഓരോരുത്തരുടെ അവസരങ്ങൾ ചോദിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യാത്തപ്പോൾ പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആവും. പുള്ളി പറഞ്ഞു ഇന്ന് എനിക്ക് പുള്ളിയുടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാകും. കാരണം അവർ വേറെ 100 പ്രശ്നങ്ങളിലായിരിക്കും. ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്ന് ചാൻസ് ചോദിക്കും. ഇപ്പം ഒരു സംവിധാനം കണ്ടു, എന്നാൽ ഒരു ചാൻസ് ചോദിച്ചു കളയാം, ഇങ്ങനെ ചോദിക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ജെന്യുവനായിട്ട് താല്പര്യമുള്ള ആളെ കണ്ടുപിടിക്കാൻ പാടാണ്. അതുകൊണ്ട് ഇവർ ഇഗ്നോർ ചെയ്യുകയാണ്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം പക്ഷേ എന്തോ എൻ്റെ ദൈവാനുഗ്രഹമാണോ എന്തോ പുള്ളിയുടെ മനസ്സിൽ ഞാൻ രജിസ്റ്റർ ആയി. അത് കഴിഞ്ഞ് ഇര ചെയ്യാൻ നേരത്തെ എനിക്കൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നമ്പർ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഇരയുടെ ഡയറക്ടറാണ്, പുള്ളി പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, നീ ഒന്ന് വിളിച്ചിട്ട് പോയി കാണാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പോയി കാണുന്നതും. അന്ന് HDFC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ HDFC വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മറ്റേ വന്നും പോയൊക്കെ ഒന്ന് ചെയ്യുക. കൂടുതലും കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് ഇര കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാ സിനിമകളിലും ഇപ്പം അതിനുശേഷം പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും വിളിച്ചിട്ട് എനിക്കൊരു ചെറിയ ക്യാരക്ടറെങ്കിലും തന്നിട്ടുണ്ട്. മധുരരാജ, നൈറ്റ് ഡ്രൈവ്, ടർബോ, പിന്നെ ഏതെങ്കിലും മിസ്സായോ? ഇപ്പോൾ ഈ ഖലീഫയിൽ മാത്രമാണ് വിളിക്കുകയായിരുന്നത്. അത് എനിക്കൊന്ന് കൊണ്ടൽ ഞാൻ സാറിനെ പ്രിവ്യൂവിന് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. സാറ് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട്. അപ്പം സാർ മറ്റേ തോന്നലായിരിക്കും ഇവനെ ഇനി എന്തെങ്കിലും വിളിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കത് പ്രശ്നമില്ല, സാർ വിളിച്ചാൽ മതിയായിരുന്നു. സാറിന് അറിയാം നിനക്ക് എന്തെങ്കിലും വരുമ്പം വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ഖലീഫയിൽ ചെയ്തിട്ടില്ല. അതിനു മുമ്പുള്ള പുള്ളി ഇര കഴിഞ്ഞിട്ടുള്ള എല്ലാ സിനിമകളിലും എന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കടപ്പാടുള്ള മറ്റൊരു വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ ഒരുപാട് സപ്പോർട്ടേഴ്സ് താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേ ഒരുപാട് ബോണസുകൾ ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് താങ്കളിൽ നിന്ന് ശരിക്കും ഒരു പേഴ്സണലി ഒരു ഫാൻ എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം രാഹുൽ. താങ്ക്സ്.